ക്രാഫ്റ്റ് കമ്പനി മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ കാണുന്നത് പോലുള്ള ഒരു വാട്ടർ ടാപ്പാണ്, അതായത് ഓട്ടോമാറ്റിക് ഒരു ടാപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഇപ്പൊ ഇവിടെ ഗ്ലാസ് വെക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളം വരികയും അതേപോലെ തന്നെ ഗ്ലാസ് എടുക്കുമ്പോൾ വെള്ളം നിൽക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ശരിക്കും ഇത് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഓഫീസുകളിലും അതേപോലെ തന്നെ കടകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു കുടിക്കാനുള്ള ഒരു വെള്ളം വെച്ചിട്ടുള്ള വലിയൊരു ബോട്ടില്. അപ്പൊ ആ ബോട്ടിലേക്ക് ചേരുന്ന രീതിയിലാണ് ഈ സംഭവം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ എനിക്കിപ്പോ ഇവിടെ കാണിക്കാൻ വേണ്ടിട്ട് ആ ബോട്ടിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിപ്പോ ഇവിടെ ഒരു ജഗ് ഉപയോഗിച്ചിട്ടാണ് ഇതിപ്പോ കാണിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ആ ബോട്ടിലാണെങ്കിൽ അത് അതിന്റെ താഴെയുള്ള ടാപ്പിൽ അമർത്തുകയാണെങ്കിൽ അതിൽ നിന്ന് വെള്ളം വരികയും അത് അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ഒരാള് തൊട്ടടുത്ത് തന്നെ മറ്റൊരാൾ തൊടുമ്പോൾ ചിലപ്പോൾ രോഗാണുക്കളൊക്കെ പകരാൻ, ഇപ്പൊ കൊറോണയുടെ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ രോഗാണുക്കളൊക്കെ പകരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ജസ്റ്റ് ഇവിടെ ഗ്ലാസ് വെക്കുകയാണെങ്കിൽ വെള്ളം വരികയും അതേപോലെ തന്നെ ഗ്ലാസ് എടുക്കുമ്പോൾ വെള്ളം ഓട്ടോമാറ്റിക് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കാവുന്നതാണ്. മാത്രമല്ല ഇതിന്റെ വൈദ്യുതിയൊക്കെ കൊടുക്കുന്നത് വെച്ചാൽ, അതായത് കറണ്ട് ഇല്ലെങ്കിലും നമുക്കിപ്പോ പവർ ബാങ്ക് ഉപയോഗിച്ചിട്ട് ഇത് പ്രവർത്തിപ്പിക്കാം, അല്ലെങ്കിൽ ബാറ്ററി ഉപയോഗിച്ചിട്ട് പ്രവർത്തിപ്പിക്കാം. ഇനിയിപ്പോ കറണ്ട് ഉണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോ സാധാരണ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന അതേ USB ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. അപ്പോ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നില്ല വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു PVCയുടെ പൈപ്പിന്റെ കഷ്ണമാണ്. PVCയുടെ പൈപ്പ് കഷ്ണം എടുത്തു. അതിനുശേഷം ഇതുപോലെ ഒരു ചെറിയ ബെൻഡായിട്ടുള്ള ഒരു പൈപ്പ് പീസ് ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത പൈപ്പിന്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ആ ചെറിയ പൈപ്പ് പീസ് വെച്ചതിന് ശേഷം അവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനനുസരിച്ചിട്ട് ആ വട്ടം ഒന്ന് വരച്ചു കൊടുക്കാം. കണ്ടോ? അത് കഴിഞ്ഞ് അതൊന്ന് മുറിച്ചെടുക്കണം നമുക്ക്. ഞാനിവിടെ ആക്സോ ബ്ലേഡാണ് ഉപയോഗിക്കുന്നത്. ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് വട്ടത്തിൽ കിട്ടിയിട്ടില്ല, എന്നാലും ഇതുപോലെ ചതുരത്തിൽ കിട്ടിയിട്ടുണ്ട്. പ്രശ്നമില്ല. ഇതിൻ്റെ അകത്തേക്ക് ഇതുപോലെ കടന്നു പോകുന്നുണ്ട് നമ്മുടെ ചെറിയ പൈപ്പ്. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ ഇതുപോലൊരു ഗ്ലാസ് എടുക്കുന്നു. ഗ്ലാസ് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ഏകദേശം ആ ഒരു നടുഭാഗം വരുന്നത് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ഞാൻ മാർക്കർ കൊണ്ട് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നു. അതിനുശേഷം ആ വരച്ച ഭാഗം ചതുരത്തിൽ തന്നെ ഒന്ന് മുറിച്ചെടുക്കുന്നു. നമുക്ക് ഇത്ര വലിയ പൈപ്പിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് താഴോട്ട് ഞാനൊരു 20 സെൻറ്റിമീറ്റർ എടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗവും മുറിച്ച് കളയുന്നു. അപ്പോൾ ഇത്ര ചെറിയ പൈപ്പ് നമുക്ക് മതി. അടുത്തതായിട്ട് ഞാനിവിടെ MCയിലാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ഞാൻ പൈപ്പൊക്കെ ഒട്ടിക്കാനായിട്ട് MCയിൽ തന്നെയാണ് ഉപയോഗിക്കാറ്. MCയിലെ ഈ പശകൾ രണ്ടും നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വലിയ പൈപ്പിനകത്തേക്ക് കുഞ്ഞു പൈപ്പ് ഒന്ന് കയറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ MCയിൽ ഉപയോഗിച്ച് ചുറ്റും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ ആക്സോ ബ്ലേഡ് കൊണ്ട് മുറിച്ചത് കൊണ്ട് തന്നെ കുറച്ച് വലിയ ഹോൾസ് ആയിട്ടാണ് അത് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ആ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് പശ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ പൈപ്പിൻ്റെ നേരെ താഴെ ആയിരിക്കണം മറ്റ് രണ്ടാമതായിട്ട് നമ്മൾ മുറിച്ച ഹോൾസ് വരേണ്ടത്. കണ്ടോ? ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് MCയിൽ. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് പെയിൻ്റ് അടിക്കുകയാണ്. അപ്പോൾ നിർബന്ധമില്ല പെയിൻ്റ് അടിക്കണമെന്ന്, കാരണം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പെയിൻ്റ് അടിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളർ പെയിൻറ്റ് വേണമെങ്കിലും അടിക്കാം. ഞാനിവിടെ കുറച്ചും കൂടി കറുപ്പ് നിറം കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ കറുപ്പ് അടിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളറ് പെയിൻറ്റ് വേണമെങ്കിൽ അടിക്കാം, പെയിൻ്റ് അടിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. ഓക്കെ, ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് പെയിൻറ്റ്. കണ്ടോ? അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ചെറിയ പൈപ്പാണ് എടുക്കുന്നത്. വെള്ളമൊക്കെ ഇതാക്കാൻ ചെറിയ കുഞ്ഞു പൈപ്പാണ് എടുക്കുന്നത്. ഓക്കെ, ആ പൈപ്പ് നമ്മുടെ ആ ചെറിയ പൈപ്പ് ഉണ്ടല്ലോ, ആ ചെറിയ പൈപ്പിൻ്റെ അകത്തേക്ക് കൂടി കയറ്റിയിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ താഴോട്ടേക്ക് ഒന്ന് ഇറക്കി കൊടുക്കാം. ഇത്ര നീളമൊന്നും ആവശ്യമില്ല പൈപ്പിന്, അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഇതിപ്പോൾ അവിടെ കണ്ടോ, ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കറക്റ്റായിട്ട് ആ അവസാനം ഇതുപോലെ വെച്ചതിന് ശേഷം അവിടെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഞാൻ സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫ്ലക്സ് ക്വിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ഇതുപോലെ ജസ്റ്റ് അവിടെ ഒട്ടിച്ചു കൊടുക്കുക. കാരണം താഴെ നിന്ന് വലിച്ചാൽ അത് ഇളകിയിട്ട് വരാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തത്. അതിനുശേഷം നമുക്ക് എത്ര ഭാഗമാണോ വേണ്ടത് ആ വേണ്ട ഭാഗം മാത്രം വെച്ച് ബാക്കിയുള്ള ഭാഗം ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. അടുത്തതായിട്ട് നമുക്ക് ടിപ്പ് 32C എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്ററും അതേപോലെ തന്നെ 1K ohmന്റെ ഒരു റെസിസ്റ്ററും ഒരു കുഞ്ഞു വാട്ടർ പമ്പും, വെള്ളമൊക്കെ പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാട്ടർ പമ്പും, പ്രോക്സിമേറ്റ് സെൻസറുമാണ് വേണ്ടത്.
ഇനി ഞാൻ അങ്ങോട്ട് ഫുള്ള് വയറിൻ്റെ കളറായിരിക്കും പറയുക. കാരണം എനിക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് കളറായിരിക്കും എളുപ്പം തോന്നുന്നു. അതുകൊണ്ട് തന്നെ അടുത്തതായിട്ട് ഞാൻ ഇതുപോലെ ഒരു കുഞ്ഞ് മഞ്ഞ വയറും അതേപോലെ തന്നെ ഒരു നീല വയറും തമ്മിൽ അതിൻ്റെ അറ്റം പിരിച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചുവന്ന വയറും ഒരു കറുത്ത വയറും എടുത്ത് അതിൻ്റെ അറ്റം പിരിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ പ്രോക്സിമിറ്റി സെൻസർ എടുക്കാം. അതിൽ VCC എന്ന് എഴുതിയ ഭാഗം ഉണ്ടല്ലോ, ആ VCC എന്ന് എഴുതിയെടുത്ത് നമ്മുടെ മഞ്ഞയും അതേപോലെ തന്നെ നീലയും വയറുകളും ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് GND എന്ന് എഴുതിയ നടുവിലുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടത്തേക്ക് കറുപ്പും ചുവപ്പും വയറ് ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, രണ്ട് ഞാൻ സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് 1K ഓമിൻ്റെ റെസിസ്റ്റർ എടുത്ത് ഏറ്റവും അവസാനമുള്ള ഔട്ട് എന്ന് എഴുതിയ ആ ഭാഗത്തും ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. അത് മൂന്നും കഴിഞ്ഞു. അടുത്തായിട്ട് നമ്മുടെ ബോർഡിൽ നിന്ന് വരുന്ന ആ റെസിസ്റ്റർ 1K റെസിസ്റ്റർ നമ്മുടെ ട്രാൻസിസ്റ്ററിലേക്ക് ആ സൈഡിലേക്ക് ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ആ കുഞ്ഞു മഞ്ഞ വയറുണ്ടല്ലോ, അത് നേരെ ഓപ്പോസിറ്റുള്ള ആ ഭാഗത്തും ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നടുക്കുള്ള ആ ഭാഗം ഒന്ന് ഒഴിഞ്ഞിട്ടുണ്ടാവും, അവിടെ മറ്റൊരു പച്ച കളർ വയറെടുത്ത് ഞാൻ അതും സോൾഡർ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കണക്ഷൻ്റെ ഒക്കെ പണി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, കണക്ഷനൊക്കെ ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് ഇതുപോലെ ഒരു പഴയ USB പോയ കേബിൾ എടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ മറുഭാഗത്ത് ഞാൻ ഇത് ഇൻസുലേഷൻ ഒന്ന് കളയുന്നു. അപ്പോൾ ഇതുപോലെ 4 വയറുകളായിരിക്കും ഉണ്ടാവുക. അതിൽ ചുവന്ന കളർ വയറും അതേപോലെ തന്നെ കറുപ്പ് കളർ വയറും മാത്രം ഞാൻ അവിടെ വെക്കുന്നു, ബാക്കി 2 കട്ട് ചെയ്ത് കളയുന്നു. അതിനുശേഷം നമ്മുടെ ബോർഡിൽ നിന്നും വരുന്ന നീല കളർ വയറ് USB-യുടെ ചുവപ്പ് കളർ വയറായിട്ടും അതേപോലെ തന്നെ ബോർഡിൽ നിന്നും വരുന്ന ചുവപ്പ് കളർ വയറ് നമ്മുടെ USB കേബിളിൻ്റെ കറുപ്പുമായിട്ടും കണക്ട് ചെയ്യുന്നു. അതിനുശേഷം എവിടെയൊക്കെ കണക്ഷനൊക്കെ ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ഞാൻ സെല്ലോ ടാപ്പ് ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നു. കാരണം അത് ഇളകിയിട്ട് പോകാതിരിക്കുവാനും അതേപോലെ തന്നെ ഒരു അലങ്കോലമായിട്ട് ഇരിക്കുന്ന വയറുകളൊക്കെ ഒന്ന് നേരാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പൈപ്പ് ഉണ്ടല്ലോ, ആ പൈപ്പിൻ്റെ താഴെ ഉണ്ടാക്കിയ ആ ഹോൾസ് ഉണ്ടല്ലോ, ആ ഹോൾസിൽ കൂടിയിട്ട് ഞാൻ ഈ വയറുകളൊക്കെ ഒന്ന് കടത്തി വിടുന്നു താഴോട്ട്. ഇതുപോലെ പതിയെ പതിയെ ചെയ്യുക, കാരണം നമ്മുടെ ബോർഡിലത്തെ ആ ലൈറ്റിനൊന്നും ഒരു പ്രശ്നമൊന്നും വരാൻ പാടില്ല, അതായത് ബെൻഡാവാനോ അങ്ങനെയൊന്നും പാടില്ല. സൂക്ഷിച്ച് ചെയ്യുക ഈ അവസാനമൊക്കെ ചെയ്യുന്നതൊക്കെ. ഇതുപോലെ ഒന്ന് അതിൻ്റെ അകത്തേക്ക് ഞാൻ കയറ്റി വിടുന്നു. അടുത്തതായിട്ട് ഞാൻ ഇതുപോലെ ഡബിൾ സൈഡ് ടാപ്പാണ് എടുക്കുന്നത്. ഇതുപോലെ ഒരു ചെറിയ കഷ്ണം എടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആ ഭാഗത്ത് ഇതുപോലെ താഴെ നിന്നും പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്കവിടെ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. കണ്ടോ, ആ ബോർഡ് ഞാൻ അവിടെ വെച്ചു. അതിനുശേഷം അതിൻ്റെ താഴെ അത് ഇളകിയിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഡബിൾ സൈഡ് ടാപ്പ് ഒന്ന് അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നു. അതവിടെ നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ആ ഡബിൾ സൈഡ് ടാപ്പ് അവിടെ ഒട്ടിച്ചു കൊടുത്തത് കണ്ടോ. അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ മോട്ടറിലേക്കുള്ള കണക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബോർഡിൽ നിന്നും വരുന്ന ബോർഡിൽ നിന്നല്ല ട്രാൻസിസ്റ്ററിൽ നിന്നും വരുന്ന ആ പച്ച കളർ വയറുണ്ടല്ലോ, ആ പച്ച കളർ വയറ് നമ്മുടെ വാട്ടർ പമ്പിൻ്റെ ചുവന്ന വയറുമായിട്ട് അതായത് പോസിറ്റീവുമായിട്ടും അതേപോലെ തന്നെ കറുത്ത വയറ് കറുപ്പുമായിട്ട് തന്നെ കണക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ പിരിച്ചു വെച്ച ആ ഭാഗത്ത് ഇൻസുലേഷൻ ടാപ്പ് ഒന്ന് നന്നായിട്ട് ചുറ്റി കൊടുക്കുക, വെള്ളത്തിലേക്ക് ഇറക്കുന്നതുകൊണ്ട് തന്നെ ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് ആ കുഞ്ഞു പൈപ്പ് മോട്ടോർ പമ്പിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു ഫ്ലാസ്ക് എടുത്തിട്ടുണ്ട്. ശരിക്കും കടകളിലും ഓഫീസുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ആ വെള്ളം കുടിവെള്ളം എടുക്കുന്ന ആ ഒരു ബോട്ടിൽ, വലിയ ബോട്ടിൽ, അതിലേക്ക് ചേരുന്ന രീതിയിലാണ് ഈ പൈപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ എനിക്കിപ്പോൾ ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് അത് കിട്ടാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഈ ജഗ് വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്ലാസ്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് മാത്രമാണ്. ഞാനിപ്പോൾ ഇത് ഇളകിയിട്ട് വീഴണ്ടെന്ന് വെച്ചിട്ട് അവിടെ ചെറുതായിട്ടൊന്ന് ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഈ USB കേബിൾ ആ ചാർജറിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണക്ട് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ബോർഡിൽ ഒരു ലൈറ്റ് കത്തുന്നുണ്ട്, അത് അതിലേക്ക് കറണ്ട് പാസ്സാവുന്നതിൻ്റെ തെളിവാണ്. അതിനുശേഷം കൈ വെക്കുമ്പോൾ മറ്റേ ലൈറ്റും കത്തുന്നുണ്ട്, അത് വർക്ക് ചെയ്യുമ്പോൾ കത്തുന്നതാണ്. ഓക്കെ, ഇനി നമുക്കിത് വെള്ളം എടുക്കുന്നത് എങ്ങനെയെന്ന് കാണാം. കണ്ടോ, കൈ വെക്കുമ്പോൾ അതിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം വരുന്നുണ്ട്, കൈ എടുക്കുമ്പോൾ നമ്മുടെ വെള്ളവും നിൽക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് വെച്ച് നോക്കാം. ഗ്ലാസ് താഴ്ത്തുമ്പോൾ വെള്ളം നിൽക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഗ്ലാസ് അവിടെ വെക്കുമ്പോൾ വെള്ളം നിറയുന്നുണ്ട്. വീണ്ടും ഒരു ഡെമോ കൂടി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.